ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. നിലമ്പൂരിൽ ആടുകളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് മുതിരപ്പീടിക മറയുമ്മ, പരുത്തിക്കുന്നൻ ഷഹർബാനു എന്നിവരുടെ 4 ആടുകളെയാണ് കടിച്ചുകൊന്നത്. ഇന്ന് പുലർച്ചെ 3:30ഓടെയാണ് സംഭവം. വീടിനോട് ചേർന്നുള്ള മറയുമ്മയുടെ ആട്ടിൻകൂട് പൊളിച്ചാണ് ആടുകളെ കടിച്ചുകൊന്നത്. ആടുകളെ കടിച്ചു കീറിയ നിലയിലാണ്. മറയുമ്മയുടെ 3 ആടുകളെയാണ് കൊന്നത്. 7 ആടുകളാണ് ഉണ്ടായിരുന്നത്. രണ്ടാമട്ടം വന്നത് ഓലൊക്കെ എല്ലാവരും പാടെ കൂടി 3:30 സമയത്താണ് നമ്മൾ ചെന്നപ്പോത്തിന് രണ്ടിനെയും പുറത്ത് കിട്ടിക്കണം, ചത്തും ചെയ്തിക്കണം. കൂട്ടമായി വന്ന് ഓനെ മേത്തേക്ക് എടുത്തു പറഞ്ഞു. വടി എടുത്തു കണ്ടാണ് ചെന്നത്. എത്ര ആടിനെ പിടിച്ചു? 3 2 ഞാൻ ഒരാളെയായിട്ട് 3 ആടുകളെ പിടിച്ച്. കുറേ കൂട്ടം വരികയാണ്. എന്താ പാലില്ല, ആടുകളായതുകൊണ്ടാണ്. വിഷമം പറയല്ല. അപ്പം എന്താ കാട്ടുക? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുമല്ലാതെ കഴിയണ എന്തെങ്കിലുമൊക്കെ. മറിയുമ്മയുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് ആട് വളർത്തൽ. പരുത്തിക്കുന്നൻ ഷഹർബാനുവിൻ്റെ ഗർഭിണിയായ ആടിനെയാണ് ഞായറാഴ്ച കടിച്ചു കൊന്നത്. ഇവിടെ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. തെരുവുനായ്ക്കളെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറിയുമ്മയുടെയും മകൻ്റെയും നേരെ തെരുവുനായ്ക്കൾ തിരിയുകയായിരുന്നു. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് വാർഡ് മെമ്പർ സഹിൽ അകമ്പാടം പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 3-ാം വാർഡിൽ പാറേക്കാട് പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് താറാവുകളെ കൊന്നത്. വാർത്തയൊക്കെ ആയതാണ്. ഒരു 10-60 താറാവുകളെയാണ് കൂട്ടിൽ കയറിക്കൊണ്ട് ആക്രമിച്ചത്. തെരുവുനായ്ക്കൾ കൂട്ടമായി എത്തി ആക്രമിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രദേശത്ത് പാറേക്കാട് ഈ മേഖലയിലുള്ള ആട്ടിൻകൂട്ടിൽ കയറിക്കൊണ്ടാണ് തെരുവുനായക്കൂട്ടം ആക്രമിച്ച് ഇന്ന് 2 ആടുകളും ഇന്നലെ 2 എണ്ണം, അങ്ങനെ 4 ആടുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾ സൗണ്ട് കേട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ തിരിയുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ട്. ഈ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പേയിളകിയിട്ടുള്ള തെരുവുനായ്ക്കളൊക്കെ ഇതിൽ കറങ്ങി നടക്കുന്നുണ്ട്. അവരെയൊക്കെ ഉന്മൂലനം ചെയ്യാനും അവരെ മറ്റു മാർഗങ്ങളിലേക്ക് കടത്തുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി പഞ്ചായത്തും അതുപോലെ തന്നെ അതിൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. A+ വിഷൻ, ചാലിയാർ. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines. BCom in 3 disciplines, AICTE approved, BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പോൾ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ.